ഹായ് എവരിവൺ. റഷ്യയിൽ വരാൻ പോകുന്ന പുതിയ നിയമങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരുപാട് കാലമായിട്ട് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതിൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്യാതിരുന്നത്. അതുപോലെ തന്നെ ഇപ്പം റഷ്യയിലുള്ള എല്ലാ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് ഡിലേ ആകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അങ്ങനെയാണ്. ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് മൈഗ്രേഷൻ സെൻ്ററൊക്കെ ഓഫാണ്. അത് ഇനി ജനുവരി 9-ാം തീയതി 10-ാം തീയതിക്ക് ശേഷം മാത്രമേ എല്ലാം ഓപ്പൺ ആകത്തുള്ളൂ. അതുപോലെ തന്നെ 7th ജനുവരി ആണ് റഷ്യയിൽ ക്രിസ്മസും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അതുപോലെ ഇപ്പോൾ എല്ലാവരും ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഓഫീസർ എല്ലാ ആൾക്കാരും കൂടുതൽ ആൾക്കാരും ഹോളിഡേ ഒക്കെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മൊത്തത്തിൽ ഓഫാണ്. അപ്പോൾ എന്നിരുന്നാലും ഇപ്പോൾ ഒരുപാട് പേര് റഷ്യയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് ആരെയും ഡിലേ ഇത് സംഭവം നമ്മുടെ ഒരു കയ്യിലല്ല കാര്യങ്ങൾ നിൽക്കുന്നത്. ഇത് റഷ്യൻ ഫെഡറേഷൻ്റെ കയ്യിലാണ്. അവരാണ് നമുക്ക് വിസയും കാര്യങ്ങളൊക്കെ പാസ്സാക്കി തരേണ്ടത്. വിസ അല്ല, നമുക്ക് അതിൻ്റെ കോൺട്രാക്റ്റും ഇൻവിറ്റേഷനും കാര്യങ്ങളൊക്കെ അവരാണ് നമുക്ക് ചെയ്തു തരേണ്ടത്. നമുക്ക് ഇവിടെ നിന്ന് സബ്മിഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ റഷ്യൻ ഫെഡറേഷനാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയൊരു ലാഗിങ് വരുന്നത്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം പുതിയതായിട്ട് വരുന്ന മാറ്റങ്ങളും പുതിയതായിട്ട് വരുന്ന അപ്ഡേഷനും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഇന്ന് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നിരുന്നാലും എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഗൈസ്. ഇപ്പോൾ റഷ്യയിലേക്ക് വരുന്ന പുതിയ മാറ്റങ്ങളെക്കുറിച്ച് 2025 കൂടി റഷ്യയിലേക്ക് ഫ്രീ വിസ ആകാൻ പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഓൾമോസ്റ്റ് എല്ലാ സോഷ്യൽ മീഡിയയിലും ഇത് വളരെയധികം പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് റഷ്യയിൽ 2025 കൂടി ഫ്രീ ആയിട്ട് റഷ്യയിലേക്ക് പറക്കാമെന്നുള്ളത്. അപ്പോൾ ഈ 2025 കൂടി റഷ്യയിലേക്ക് ഫ്രീ ആയി പറക്കുന്നത് കൊണ്ടുള്ള ഒന്നാമത്തെ കാര്യം, ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, റഷ്യയിൽ നിങ്ങൾക്ക് ഇല്ലീഗലായിട്ട് ഒരിക്കലും കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അത് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും ഇല്ലീഗലായിട്ട് റഷ്യയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇല്ലീഗലായിട്ട് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. കാരണം ഞാൻ റീസെൻ്റ്ലി ഞാൻ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ശ്രീലങ്കയിലുള്ള ഒരു ആളെ പരിചയപ്പെടാൻ ഇടയായി. അപ്പം പുള്ളി റഷ്യയിൽ വന്നത് ടൂറിസ്റ്റ് വിസയിലാണ്. ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് അവൻ അവിടെ ഇവൻ്റെ വിസൻ്റെ വാലിഡിറ്റി തീർന്നിട്ട് അവൻ ഇല്ലീഗലായിട്ട് അവിടെ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അവനെ റഷ്യൻ മൈഗ്രേഷൻ പോലീസ് വന്ന് ചെക്കിങ്ങിൽ അവനെ പിടിക്കപ്പെട്ടു. അങ്ങനെ പിടിക്കപ്പെട്ടിട്ട് അവന് ഒരു 1.5 മാസത്തോളം ജയിലിൽ അവൻ കടന്നു. അത്രയും നരക തുല്യമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്നാണ് അവൻ പറഞ്ഞത്. കാരണം ഒരു നേരം മാത്രമാണ് ഫുഡ് കൊടുത്തിരിക്കുന്നത്, പിന്നെ പച്ചവെള്ളമാണ് കൊടുക്കുന്നത്. വെള്ളം മാത്രം കൊടുത്തിട്ടാണ് അത്രയും ക്രിട്ടിക്കൽ സിറ്റുവേഷനിലൂടെയാണ് അവൻ കടന്നു പോയതെന്നാണ് പറഞ്ഞത്. അവൻ പറഞ്ഞു, നിൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അപ്പം ഞാൻ ഇവനോട് ഇങ്ങനെ കാര്യങ്ങൾ ശ്രീലങ്കക്കാരെ പയ്യനാണ്, അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ സംസാരിച്ചാണ്. അപ്പോൾ എൻ്റെ അടുത്ത് അവൻ പറഞ്ഞത് വെച്ചാൽ, നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനത്തെ ഇല്ലീഗലായിട്ട് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ നിൽക്കണ്ട എന്ന് നീ പറയണം. കാരണം ഞാൻ അത്രയും അനുഭവിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ അത്രയും ഒരു പുറത്തു പോകാൻ വരാത്ത ചെറിയൊരു ജയിലിൽ നമ്മൾ ഇട്ടിട്ട് അത്ര അധികം നമുക്ക് ഇല്ലീഗലായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ഒരു സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ലീഗലായിട്ട് നിങ്ങൾ അവിടെ നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ലീഗലായിട്ട് റഷ്യയിൽ കണ്ടിന്യൂ ചെയ്യാൻ നിൽക്കേണ്ട. മറ്റു രാജ്യങ്ങളെ പോലെയല്ല റഷ്യ എന്ന രാജ്യം. അവിടുത്തെ നിയമങ്ങളൊക്കെ വളരെ സ്ട്രിക്റ്റാണ്. നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും. പക്ഷേ ഇന്ത്യൻസിനോട് അവർക്ക് ഭയങ്കര ഒരു നല്ലൊരു സമീപനമാണ് ഇതുവരെ ഉള്ളത്. പക്ഷേ ഇന്ത്യൻസ് അവിടെ പോയിട്ട് അവരുടെ തനി സ്വഭാവം കാണിച്ചാൽ റഷ്യക്കാരും അവരുടെ തനി സ്വഭാവം അവിടെ കാണിക്കും. അപ്പം അത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ മാക്സിമം എന്ത് വന്നു കഴിഞ്ഞാലും നിങ്ങൾ എന്തായാലും നാട്ടിലൊക്കെ ഭയങ്കര എന്തായാലും ഒരു നല്ല ഒരു പവറുള്ള ആളായിരിക്കും, നല്ലൊരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ആളായിരിക്കും. പക്ഷേ അത് റഷ്യയിൽ നടക്കൂല. കാരണം റഷ്യ എന്ന രാജ്യത്തിൽ അവർക്ക് അവരുടേതായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാട്ടിൽ കളിക്കുന്ന കളിയൊന്നും നമുക്ക് റഷ്യ പോയിട്ട് കളിക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം. കാരണം വെച്ചാൽ അത്രയും സ്ട്രിക്റ്റാണ് അവിടുത്തെ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ വെറുതെ അവരെ നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ലീഗലായിട്ട് നിൽക്കുന്നതിൽ ഒരു കുഴപ്പമില്ലല്ലോ. നമുക്ക് ലീഗലായിട്ട് വർക്ക് ചെയ്യാം, ലീഗലായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. ഇല്ലീഗലായിട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പിന്നെ 2025 കൂടി വരുന്ന നിയമങ്ങൾ
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിൽ ടൂറിസ്റ്റുകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കാരണം റഷ്യൻ്റെ സാമ്പത്തികമായിട്ട് റഷ്യക്ക് ഇത് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. കാരണം ഒരുപാട് ടൂറിസ്റ്റുകൾ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്നും കയറി വരുന്നതോടുകൂടി റഷ്യയുടെ സാമ്പത്തികമായിട്ട് റഷ്യ ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസ് ആണ് മോസ്കോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അതൊന്നും അതിന് പറഞ്ഞിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ട് ഒരുപാട് പേര് വിസക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇപ്പം ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാളെ നാട്ടിലേക്ക് തിരിച്ചയച്ചു. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് നേരത്തെ റീസെൻ്റ്ലി വേറൊരു സംഭവം കൂടി ഉണ്ടായി. അതുപോലെ തന്നെ മൈഗ്രേഷൻ സെൻറ്ററിൽ നിന്ന് അവർക്ക് കോൾ വന്നു. ഞാൻ വഴി ഒരാൾ റഷ്യയിലേക്ക് അതിൻ്റെ പേപ്പർ വർക്ക് എനിക്ക് ചെയ്തു കൊടുക്കേണ്ടി വന്നു. ഒരു 3 year മൾട്ടിപ്പിൾ എൻട്രി വർക്ക് വിസയാണ്. അപ്പോൾ എന്തായാലും അറിയാം, ഈ DME എയർപോർട്ട്, ദമനേദവ് എയർപോർട്ടിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അവിടെ പോയിട്ട് അവിടെ നിന്ന് എനിക്കൊരു കോൾ വരുന്നുണ്ടായി. ആ പുള്ളി അവിടെ എത്തി ലാൻഡ് ചെയ്തു. പക്ഷേ ഓരോ ക്വസ്റ്റ്യൻസും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എവിടത്തേക്കാണ് ജോലിക്ക് പോകുന്നത്, അവരെവിടെയാണ് താമസിക്കുന്നത്, ഹോട്ടൽ ബുക്കിംഗ് ചെയ്തിട്ടുണ്ടോ, ഇതിൻ്റെ ഓണർ എവിടെയാണ്, ഓണറുടെ നമ്പർ വേണം, അങ്ങനെയുള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു വലിയൊരു ഇതുണ്ടായി. ഞാൻ ഈ ഒരു മൈഗ്രേഷൻ സെൻറ്ററിൽ നിന്ന് എനിക്ക് കോൾ വന്ന സമയത്ത് ഇതിൻ്റെ ഓണർ ആ സമയത്ത് ഹോളിഡേയിലായിരുന്നു. പുള്ളി ട്രിപ്പ് പോയിരിക്കുകയായിരുന്നു. പുള്ളിനെ എത്ര വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല. അപ്പം വളരെ വലിയൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലൂടെ ആയിരുന്നു ആ സമയത്ത്. ഞാൻ ആകെ ഒരു ടെൻഷനായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം ഇതിൻ്റെ ഓണർ ഫോൺ എടുത്തില്ലെങ്കിൽ എന്തായാലും നാട്ടിലേക്ക് അവർ തിരിച്ചയക്കും, അതിൽ ഒരു സംശയം വേണ്ട. കാരണം ഇപ്പം ഫോർ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നു കഴിഞ്ഞാൽ അപ്പം കോളേജിലേക്ക് ഒരു ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ കോളേജിൽ നിന്ന് ഫോൺ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അവർ നാട്ടിലേക്ക് തിരിച്ചയക്കും. ഒന്നാമത് DME എയർപോർട്ടിൽ നിന്ന് തീർച്ചയായും അവർ ഭയങ്കര സ്ട്രിക്റ്റ് എയർപോർട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. ഇയാൾ പോകുന്നത് 3 വർഷത്തെ 3 year മൾട്ടിപ്പിൾ എൻട്രി റെസിഡൻസ്. ഇയാൾ പ്രോപ്പർ ഡോക്യുമെൻറ്റും കാര്യങ്ങളും ലീഗലായിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റും ഈ പുള്ളിയുടെ കയ്യിലുണ്ട്. എന്നിട്ട് എനിക്ക് അവിടുന്ന് മൈഗ്രേഷൻ സെൻറ്ററിൽ നിന്ന് കോൾ വന്നു. എന്താ ഈ പുള്ളിയുടെ പർപ്പസ് എന്താണ് ജോലി, എല്ലാം കാര്യങ്ങളും അവർ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയാണ് ഒരു കമ്പനിയാണ് അവർക്ക് ഡയറക്റ്റ് വിസ കൊടുത്തത്, അവരുടെ കയ്യിലുള്ള ഡോക്യുമെൻ്റ് ഒക്കെ ലീഗലി ഡോക്യുമെൻ്റ് ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാം എന്നുള്ളത് ഞാൻ മൈഗ്രേഷൻ സെൻറ്ററിൽ വിളിച്ച സമയത്ത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണർ നമ്പർ വേണമെന്ന്. അങ്ങനെ ഇവർ ഫോൺ കട്ട് ചെയ്തു. എനിക്ക് പെട്ടെന്ന് അർജൻറ്റായിട്ട് ഓണറുടെ നമ്പർ വേണം, നമ്പർ കിട്ടിയില്ലെങ്കിൽ ഇവരെ നാട്ടിലേക്ക് തിരിച്ചയക്കും എന്നാണ് ഇവർ പറയുന്നത്. എത്ര റീസൺസ് അവരുടെ മുമ്പിൽ ഞാൻ പറഞ്ഞിട്ടും ഇവർ ഇതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. അവസാനം ഞാനിതിൻ്റെ ഓണറെ കോൺടാക്ട് ചെയ്യാൻ നോക്കി. ഒരു 10-20 കോൾ ഞാൻ അയാൾക്ക് വിളിച്ചു, അയാൾ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല. അവസാനം ഞാൻ ഈ കാര്യങ്ങൾ വീണ്ടും മൈഗ്രേഷൻ സെൻറ്ററിൽ നിന്ന് ഒരു 10-12 കോൾ എനിക്ക് വന്നു. ഞാൻ പറഞ്ഞു ഇപ്പം വിളിക്കാം, ഞാൻ ഓണർ എനിക്ക് കിട്ടുന്നില്ല, കണക്റ്റായി കിട്ടുന്നില്ല, ഞാൻ ഇപ്പം നിങ്ങളെ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് തവണ അവരെനിക്ക് കോൾ ചെയ്തു. അവസാനം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ ഓണർ കിട്ടുന്നില്ല, റഷ്യയിൽ ഇപ്പോൾ സെലിബ്രേഷനൊക്കെ വരുമല്ലേ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി ഹോളിഡേ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ളത് ഞാൻ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു. പക്ഷേ എന്നിട്ടും അവർ പറഞ്ഞു ഇതൊരു റീസൺ അല്ല, നമുക്ക് അവൻ്റെ ഓണറിൻ്റെ നമ്പർ വേണം, എന്നാൽ മാത്രമേ അവരെ കടത്തിവിടാൻ പറ്റുമെന്ന് പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് ചെയ്യാവുന്ന എന്ത് തെളിവ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ അവരെന്നോട് ചോദിച്ചു നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ ഇന്ത്യയിൽ എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ത്യയിൽ കേരളത്തിലാണ്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ആരെങ്കിലും വെച്ച് നിങ്ങളെ സ്വന്തം റെസ്പോൺസിബിലിറ്റി ആണ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ റഷ്യൻ സിറ്റിസൺ ആണോ, റഷ്യയിൽ സിറ്റിസൺഷിപ്പുള്ള ആളാണോ എന്ന് എൻ്റെ അടുത്ത് അവർ ചോദിച്ചു. ഞാൻ ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അതിൻ്റെ അങ്ങനെ അവർക്ക് ആ പോയ ആളെ നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം, നിങ്ങൾ വേണമെങ്കിൽ അവരെ വിളിച്ച് ചോദിച്ചോളൂ. എന്നിട്ട് അവർക്ക് എൻ്റെ എല്ലാ ലീഗലായിട്ടുള്ള ഞാൻ റഷ്യൻ പാസ്പോർട്ട്, എൻ്റെ റഷ്യൻ പാസ്പോർട്ട്, റഷ്യൻ ഇൻ്റർനാഷണൽ പാസ്പോർട്ട്, വയന്ന ബില്യത്ത്, അതായത് മറ്റേ വാർ ടിക്കറ്റ് എന്ന് പറയും, അത് വയന ബില്യത്ത്, റഷ്യൻ്റെ ഇൻ്റർനാഷണൽ പാസ്പോർട്ട്, റഷ്യൻ്റെ ഐഡൻറ്റി, അതായത് ഒറിജിനൽ റഷ്യൻ സിറ്റിസൺ ആണെന്ന് കാണിക്കുന്ന പാസ്പോർട്ട്, ഇത് എല്ലാ ഡോക്യുമെൻറ്റ്, രജിസ്ട്രേഷൻ, ഇതെല്ലാം അവർക്ക് മൈഗ്രേഷൻ സെൻറ്ററിലേക്ക് എനിക്ക് അയച്ചു കൊടുക്കേണ്ടി വന്നു. മൈഗ്രേഷൻ സെൻറ്ററിൽ അയച്ചു കൊടുക്കുന്നത് വെച്ചാൽ ഈ പുള്ളി, അതായത് ആ പോകുന്ന കാൻഡിഡേറ്റ്സിൻ്റെ മൊബൈലിലേക്ക് വാട്സപ്പിൽ ഞാൻ ഇതൊക്കെ അയച്ചു കൊടുത്തു. അയാൾ ഈ സാധനങ്ങളൊക്കെ, ഈ ഡോക്യുമെൻ്റ് ഒക്കെ അവർക്ക് കാണിച്ചു കൊടുത്തു. അവർ കമ്പ്യൂട്ടറിലിട്ട് ചെക്ക് ചെയ്തിട്ട് ഇത് പ്രോപ്പർ ലീഗൽ ഡോക്യുമെൻ്റ് ആണെന്ന് അവർക്ക് കൺവിൻസ് ആയതുകൊണ്ട് അവർക്ക് എൻ്റെ റെസ്പോൺസിബിലിറ്റിയിലാണ് ആ പുള്ളിയെ കടത്തിവിട്ടു. അവൻ്റെ കൂടെ ഉണ്ടായ 9ഓളം പേരെ നാട്ടിലേക്ക് തിരിച്ചയച്ചു. ആ ഒറ്റൊരാളെ മാത്രമാണ് കടത്തിവിട്ടത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള ഡോക്യുമെൻ്റ് ഒക്കെ പ്രോപ്പർ ആയിരിക്കുക. പിന്നെ SVO വിനിക്കവയോ എന്ന് പറഞ്ഞിട്ടുള്ള എയർപോർട്ടുണ്ട്, അവിടെ നിന്ന് അങ്ങനെ വലിയ ചെക്കിങ് വരാറില്ല.
DME എയർപോർട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പോവുകയാണെങ്കിൽ നല്ല ചെക്കിംഗ് ആണ്. അപ്പം നിങ്ങൾക്ക് പ്രോപ്പർ രേഖകൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പം ലീഗലി ആയിട്ട് നിങ്ങൾ പോകാൻ നോക്കുക. ഇപ്പം ജനുവരി മുതൽ റഷ്യൻ്റെ പുതിയ അപ്ഡേഷൻ അനുസരിച്ചിട്ട് ലോ വളരെ സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാരണം ഒരുപാട് ആൾക്കാർ റഷ്യയിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ശമ്പളമൊക്കെ കുറവായിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പം റഷ്യയിലേക്ക് ആണ് ഇപ്പോൾ എല്ലാവരും മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് റഷ്യൻ്റെ ലോ ഒക്കെ ഇപ്പോൾ നേരത്തെ ഒന്നും ഇല്ലാത്ത കുറേ കാര്യങ്ങൾ ഇപ്പോൾ റഷ്യയിൽ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതായത് റഷ്യൻ ലാംഗ്വേജ് എക്സാമും കാര്യങ്ങളൊക്കെ പാസ്സാവണം. കോട്ട വിസയൊക്കെ ആണെങ്കിൽ റഷ്യൻ ലാംഗ്വേജ് എക്സാം മസ്റ്റായിട്ട് നിങ്ങൾ പാസ്സാവണം, അല്ലെങ്കിൽ അവരെ വീണ്ടും നാട്ടിലേക്ക് തിരിച്ചയക്കും. ഇത്ര പൈസ കൊടുത്തത് വെറുതെ ആവും. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ലീഗലി ആയിട്ട് പോകാൻ നോക്കുക എന്നാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. വെറുതെ ഇത്രയും പൈസയും മുടക്കിയിട്ട് പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക എന്നാണ് എനിക്ക് ഇങ്ങനത്തെ വീണ്ടും പറയാനുള്ളത്. അപ്പം എന്തായാലും ഈ ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.